ഹലോ നമസ്കാരം. എൻ്റെ പേര് റിനു പി ബാബു. ഈ ക്ലാസ് എടുക്കുന്നത് ഞാനാണ്. മലയാളത്തിലാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് പ്രൈമോവറയുടെ ആക്ടിവിറ്റി ടൈപ്പ്, ഡ്യൂറേഷൻ ടൈപ്പ്, പെർസെൻറ്റേജ് കംപ്ലീറ്റ് ടൈപ്പ്, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൈമോവറയിൽ നമുക്ക് ആക്ടിവിറ്റി ടൈപ്പ് നമ്മൾ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബിലോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഡ്യൂറേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് ആക്ടിവിറ്റീസ് എടുത്ത് നോക്കാം. ഇപ്പൊ നമുക്ക് വ്യൂ മെനുവിൽ ബോട്ടം ലേഔട്ട് ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഈ കാണുന്ന പാർട്ടിൽ എന്തൊക്കെ വരണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതില് ജനറൽ എന്ന് പറയുന്ന ടാബിന് ഉണ്ടായിരിക്കണം. അപ്പം അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ നമുക്ക് താഴെ ജനറൽ ടാബ്, സ്റ്റാറ്റസ്, റിസോഴ്സ് കോഡ്, റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഡിഫറെന്റ് ടാബ്സ് കാണാം. അതിൽ ജനറൽ ടാബിന്റെ അടിയിലാണ് നമുക്ക് ആക്ടിവിറ്റി ടൈപ്പ്, ഡ്യൂറേഷൻ ടൈപ്പ്, പെർസെൻറ്റേജ് കംപ്ലീറ്റ് ടൈപ്പ്, ആക്ടിവിറ്റി കലണ്ടർ ഒക്കെ കാണിച്ചു തരിക. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു പ്രോഗ്രാം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ രണ്ട് WBS ആണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ടാസ്ക് ഡിപ്പെൻഡന്റ് ആക്ടിവിറ്റീസ് കാണിക്കാനും ഒന്ന് റിസോഴ്സ് ഡിപ്പെൻഡന്റ് കാണിക്കാൻ വേണ്ടി. ആക്ടിവിറ്റീസിൽ ടാസ്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് 4 ആക്ടിവിറ്റി, അതേ സെയിം 4 ആക്ടിവിറ്റി റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആയിട്ടും ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ആക്ടിവിറ്റീസിൽ നമ്മൾ ഡ്യൂറേഷൻ ടൈപ്പ് ചേഞ്ച് ചെയ്തു. 4 ടൈപ്പ് ഡ്യൂറേഷനിൽ ആണ് ഈ 4 ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. ഈ 4 ടൈപ്പ് ഡ്യൂറേഷന് ടാസ്ക് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ എങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഡ്യൂറേഷൻ ടൈപ്പ്, ഈ 4 ടൈപ്പ് ഡ്യൂറേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് നമ്മുടെ ഷെഡ്യൂളിൽ ഒറിജിനൽ ഡ്യൂറേഷന്, ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ്, ഡ്യൂറേഷൻ പെർസെൻറ്റേജ് കംപ്ലീറ്റ്, സ്റ്റാർട്ട് ഡേറ്റ്, ഫിനിഷ് ഡേറ്റ് തുടങ്ങിയവ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൂടെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആക്ടിവിറ്റി ടൈപ്പ് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും 6 ആക്ടിവിറ്റി ടൈപ്പാണ് ഉണ്ടാകുന്നത്. ഫിനിഷ് മൈൽ സ്റ്റോൺ. ഫിനിഷ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആക്ടിവിറ്റി തീരുന്ന ഇവന്റിന്, അതായത് ഒരു ആക്ടിവിറ്റി അവസാനിക്കുന്നതിന് കാണിക്കുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ് ഫിനിഷ് മൈൽ സ്റ്റോൺ. മെയിനായിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് ടാസ്ക് ഡിപ്പെൻഡന്റും അതേപോലെ റിസോഴ്സ് ഡിപ്പെൻഡന്റുമായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതിനായിട്ട് നമ്മൾ ആക്ടിവിറ്റി 1, 2, 3, 4 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എല്ലാ ആക്ടിവിറ്റിക്കും ഡ്യൂറേഷന് 5 ഡേയ്സ് ഡ്യൂറേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ 5 ഡേയ്സ് ഡ്യൂറേഷൻ കൊടുത്തതിൽ ഫസ്റ്റ് ജൂലൈ ഡേറ്റ് ആയിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ പ്രോജക്റ്റിന്റെ സ്റ്റാർട്ട് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ പ്രൊജക്റ്റിൽ പോയാൽ പ്രൊജക്റ്റിന്റെ ഡേറ്റ്സ്, പ്രൊജക്റ്റ് പ്ലാൻഡ് സ്റ്റാർട്ട് ജൂലൈ 24, അതുപോലെ ഡേറ്റ് ജൂലൈ 24 കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമോറ ആണെങ്കിലും വേറെ ഏത് പ്ലാനിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോഴും ആക്ടിവിറ്റി ടൈപ്പ് ഡ്യൂറേഷൻ ടൈപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ സോഫ്റ്റ്വെയർ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുക. അപ്പൊ നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മളുടെ റിസൾട്ട് വരുമ്പോൾ എപ്പോഴും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്.
ഈ ഡ്യൂറേഷൻ പെർസെൻറ്റേജിന്റെ ഇതെല്ലാം ഞാൻ തൽക്കാലത്തേക്ക് കോളംസിൽ നിന്ന് മാറ്റുകയാണ്. ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് നമുക്ക് നമുക്ക് ഇടയ്ക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പ്രൈമോറയുടെ ക്ലാസ്സുകളെല്ലാം തന്നെ മലയാളത്തിലാണ്. അതിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ചില ക്ലാസ്സുകൾ കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഏരിയാസ് ഉള്ള ഇതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് അത് കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവർക്ക് മാത്രമേ എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈമോറയുടെ പ്രാക്ടിക്കലായിട്ട് പ്രൊജക്റ്റ് ചെയ്താണ് നമ്മൾ സാധാരണ കാണിക്കുന്നത്. ഇത് ശരിക്കും ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഒരു ക്ലാസ് ആണ്. മറ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ടാസ്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൊടുക്കുന്നത്, റിസോഴ്സ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റ് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ആക്ടിവിറ്റി 1 ഞാൻ ഡ്യൂറേഷൻ 5 days കൊടുത്തു. ഇനി ഇതിന്റെ സ്റ്റാറ്റസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ്. എല്ലാ ആക്ടിവിറ്റീസ് സ്റ്റാർട്ടഡ് ആയിട്ട് കാണിക്കുകയാണ്. അപ്പൊ ആക്ടിവിറ്റി 1 സ്റ്റാർട്ടഡ് ആണ്, ആക്ടിവിറ്റി 2 സ്റ്റാർട്ടഡ് ആണ്. ഇങ്ങനെ ആക്ടിവിറ്റി സ്റ്റാർട്ടഡ് ആയിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെനുവിൽ, എഡിറ്റ് മെനുവിൽ യൂസർ പ്രിഫറൻസ് എടുക്കുക. അവിടെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്ന ടാബില് റീകാൽക്കുലേറ്റ് ദ യൂണിറ്റ് ഡ്യൂറേഷൻ ഇത് നമ്മൾ ഓൺ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റിസോഴ്സസിന്റെ പാർട്ട് പഠിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു സെറ്റിങ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തു നോക്കാനെങ്കിലേ അതിന്റെ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ആക്ടിവിറ്റി 1, 2, 3, 4 അതേപോലെ റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയും സ്റ്റാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആക്ടിവിറ്റികൾ തമ്മിൽ ഞാൻ ഇതുവരെ ഇതിന് റിലേഷൻഷിപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. തമ്മിൽ ബന്ധമില്ലാതെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് എല്ലാ ആക്ടിവിറ്റീസും. ഇത് ആക്ടിവിറ്റി ടൈപ്പും അതേപോലെ ഡ്യൂറേഷൻ ടൈപ്പും പെർസെൻറ്റേജ് കംപ്ലീഷൻ ടൈപ്പും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസ്. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പോ റിസോഴ്സസോ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഇത് ആഡ് ചെയ്യുന്ന രീതിയും കൂടെ കാണിച്ചു തരാം. ഞാൻ ഈ ടാസ്ക് ഡിപ്പെൻഡന്റ് ആക്ടിവിറ്റി സ്റ്റാറ്റസ് സ്റ്റാർട്ട് കൊടുത്തു. ഇതില് നമ്മൾ ഡ്യൂറേഷൻ ടൈപ്പ് കൊടുത്തിരിക്കുന്നത് ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡ്യൂറേഷൻ ചേഞ്ച് ആവില്ല. ഒറിജിനൽ ഡ്യൂറേഷന് ഇവിടെ റിമൈനിങ് ഡ്യൂറേഷൻ 5 days ഉണ്ട്, അറ്റ് കംപ്ലീഷൻ 5 days ഉണ്ട്. ഇതിൽ ഈ അറ്റ് കംപ്ലീറ്റ് ഡ്യൂറേഷനാണ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് കംപ്ലീറ്റ് 0% ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെന്റ് കംപ്ലീറ്റ് ടൈപ്പ് നമ്മൾ ഈ ആക്ടിവിറ്റിക്ക് ഡ്യൂറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്: ഫിസിക്കല്, യൂണിറ്റ്, ഡ്യൂറേഷൻ. അതിൽ ഡ്യൂറേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ സ്റ്റാറ്റസിൽ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് കാണിക്കുന്നത്. ഞാൻ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ടൈപ്പ് ഫിസിക്കലായി കാണിക്കാം. അന്നേരം സ്റ്റാറ്റസിൽ ഫിസിക്കൽ പെർസെൻറ്റേജ് കംപ്ലീറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതില് നമ്മൾ ഒറിജിനൽ ഡ്യൂറേഷൻ 5 days കാണിച്ചു. നമ്മൾ പെർസെൻറ്റേജ് കംപ്ലീഷൻ ടൈപ്പ് ഡ്യൂറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാണ്. പെർസെൻറ്റേജ് കംപ്ലീഷൻ ടൈപ്പ് ഞാൻ എല്ലാ ആക്ടിവിറ്റീസിനും 10% കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കാൻ.
ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ട് കാണിച്ചു. സെയിം തന്നെ ഞാൻ താഴേക്കും കോപ്പി ചെയ്തിട്ടുണ്ട്. എല്ലാ ആക്ടിവിറ്റീസിന്റെയും ഡ്യൂറേഷൻ പെർസെൻറ്റേജ് കാണിച്ചു. ഇവിടെ നമുക്ക് കോളം early സ്റ്റാർട്ട്, early ഫിനിഷ് കൊടുക്കാം. അതേപോലെ തന്നെ ആക്ച്വൽ സ്റ്റാർട്ട്, ആക്ച്വൽ ഫിനിഷ് കൊടുക്കാം. ലേറ്റ് സ്റ്റാർട്ട്, ലേറ്റ് ഫിനിഷ് കൊടുക്കാം. ഓക്കെ, ഇത് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. ഷെഡ്യൂള് ചെയ്യുമ്പോൾ ലേറ്റ് സ്റ്റാർട്ട്, ലേറ്റ് ഫിനിഷ്. ഓക്കെ, റിലേഷൻഷിപ്സ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഗ്യാൻ ചാർട്ട് ശരിക്കും പറഞ്ഞാൽ വേണ്ട. സ്റ്റാർട്ടില് 1 ജൂലൈ ആണ് കിടക്കുന്നത്. ആക്ച്വൽ സ്റ്റാർട്ടിൽ 1 ജൂലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഷെഡ്യൂള് ചെയ്ത് നോക്കുവാണ്. എല്ലാം 10% കൊടുത്തു. ഞാൻ ഡേറ്റ ഡേറ്റ് 1 ജൂലൈ എന്നുള്ളതിന് പകരം ഇവിടെ നമ്മൾ ഷെഡ്യൂൾ കൊടുക്കുന്നു. ഡേറ്റ ഡേറ്റ് കൊടുക്കാൻ അപ്ലൈ സെലക്ടഡ് ഡേറ്റ ഡേറ്റ് ടു ഓൾ ഓപ്പൺ പ്രൊജക്ട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്ഷൻസിൽ പോവുക. ഇവിടെ ലെവൽ റിസോഴ്സ് ഡ്യൂറിങ് ഷെഡ്യൂള്, അതേപോലെ ഷെഡ്യൂൾ ഓട്ടോമാറ്റിക്കലി വെൻ എ ചേഞ്ച് അഫക്ട്സ് ഡേറ്റ്, ഇത് രണ്ടും അൺചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ബേസിക് ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ ഷെഡ്യൂള് ലോജിക് റീറ്റൈനിങ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രോഗ്രസ് ഓവർ റൈഡ്, ആക്ച്വൽ ഡേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അതേപോലെ സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്, ലാഗ്, എയർലി സ്റ്റാർട്ട്, അത് റിലേഷൻഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് നോക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ഷെഡ്യൂള് ഡേറ്റ്, ഡേറ്റ ഡേറ്റ് ഞാൻ 4th ജൂലൈ കൊടുക്കുന്നു. സെലക്ട് ചെയ്യുന്നു, ഷെഡ്യൂൾ ചെയ്യുന്നു. ഇവിടെ ഓരോ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചുകൾ നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി മാത്രം ഞാൻ 20% ആണ് ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് കൊടുത്തത്. അതിൽ റിമൈനിങ് ഡേറ്റ് 7 ഡേറ്റ് ആയിട്ട് കാണിച്ചു. ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റിയിൽ സോറി അത് 20%. ഓക്കെ, ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ നോക്കിയാൽ അറ്റ് കംപ്ലീറ്റ് 8 ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ അത് അറ്റ് കംപ്ലീറ്റ് 11 ആണ് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഡേറ്റ ഡേറ്റ് നമ്മൾ കൊടുത്തത് 4th ജൂലൈ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏകദേശം 90%, 80% ഓഫ് ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആയി.
പക്ഷെ നമ്മൾ ഇവിടെ പ്രോഗ്രസ് അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തത് ഓൺലി 20% ആണ് കൊടുത്തത്. ഈ ഡിഫറൻസ് ഓരോ ടൈപ്പ് ഓഫ് ഡ്യൂറേഷൻ ടൈപ്പിലും എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് റിസോഴ്സ് ഇപ്പൊ കൊടുക്കാത്തതുകൊണ്ട് റിസോഴ്സ് ഡിപ്പെൻഡന്റ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ആദ്യം ടാസ്ക് ഡിപ്പെൻഡന്റിൽ നമ്മൾ ഈ 20% എല്ലാ ഇതിലും ഫിൽ ഡൗൺ ചെയ്തു. ഇതിൽ ഫിക്സഡ് ഡ്യൂറേഷനിൽ 11 ഡേയ്സ് കാണിക്കുന്നു. ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് ടൈമിൽ ഇപ്പൊ 7 ആണ് കാണിക്കുന്നത്. അത് നമ്മൾ ഷെഡ്യൂള് ഒന്നുകൂടെ ചെയ്യണം. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഷെഡ്യൂള് ഒന്നുകൂടെ പറയുക. ഓക്കെ, ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാത്തിലും 7 ഡേയ്സ് ആണ് ഷെഡ്യൂൾ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ 10% ആണ് കൊടുത്തത്. 8 ഡേയ്സ് ആണ് അറ്റ് കംപ്ലീഷൻ കാണിക്കുന്നത്. ഇത് നമുക്ക് 20% ആക്കി കൊടുക്കാം. എന്നിട്ട് ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയുടെയും ഷെഡ്യൂളിൽ ഈ 20% ഡിഫറൻസ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒറിജിനൽ ഡേറ്റ് 5, ആക്ച്വലി 3, റിമൈനിങ് 4, ഇതിൽ യാതൊരു മാറ്റവും സംഭവിച്ചില്ല എന്ന് നോക്കും. അതായത് ഡ്യൂറേഷൻ ടൈപ്പ് ഇതെല്ലാം വ്യത്യാസമുണ്ട്. ഈ 4 ടൈപ്പ് ഡ്യൂറേഷൻ കൊടുക്കുമ്പോഴും ടാസ്ക് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ പെർസെൻറ്റേജ് കംപ്ലീറ്റ് 20% കൊടുത്ത് റിമൈനിങ് ഡേയ്സ് 4 തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ഡ്യൂറേഷൻ കൊടുത്തു. അതിൽ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡേ ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് 5 ഡേയ്സിന്റെ 20%. അതായത് 1 ഡേ ഡ്യൂറേഷനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനിയും റിമൈനിങ് വീണ്ടും 4 ഡേയ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ 4-ാം തീയതിയാണ് ഷെഡ്യൂളിൽ കൊടുത്ത ഡേറ്റ്. ഈ 4-ാം തീയതിയുടെ കൂടെ ഫിനിഷ് ഡേറ്റ് 8th ജൂലൈ ആയിട്ട് ചേഞ്ച് ചെയ്തു. നമ്മൾ റിലേഷൻഷിപ്പ് കൊടുക്കാത്തതുകൊണ്ട് ലേറ്റ് സ്റ്റാർട്ട് ലേറ്റ് ഫിനിഷ് കാണിക്കില്ല. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനിയും ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സിൻ്റെ അകത്ത് നമുക്കൊരു റിസോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. റിസോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ലേബർ ടൈപ്പ് റിസോഴ്സ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ലേബർ ടൈപ്പ് റിസോഴ്സ് ഞാൻ എല്ലാ ആക്ടിവിറ്റിക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സർവേയർ 1 എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഇതിൽ ടാസ്ക് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് നമ്മൾ റിസോഴ്സ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഈ റിസോഴ്സ് ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ റിസോഴ്സ് ഡെഫിനിഷൻ്റെ അകത്ത് ഇവിടെ റിസോഴ്സ് സർവേയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ലേബർ ടൈപ്പ് ജനറൽ ഇതിൽ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഫോൾട്ട് യൂണിറ്റ് 2 പെർ ഡേ 1 പെർ ഡേ ആണ്. 1 പെർ ഡേ ആയതുകൊണ്ട്
ആണ് നമുക്ക് ഒരു ദിവസത്തേക്ക് ഈ റിസോഴ്സ് 1 എന്നുള്ള രീതിയിലാണ് ബഡ്ജറ്റഡ് യൂണിറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് വന്നിരിക്കുന്നത്. അവിടെ പെർസെൻറ്റേജ് നമ്മൾ 20% കംപ്ലീറ്റ് ആയതുകൊണ്ട് റിമൈനിങ് യൂണിറ്റ് 4 ദിവസം ബാലൻസ് ഉണ്ട്. ഇത് നമുക്ക് ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റിന്റെ അകത്ത് നോക്കിയാൽ ബഡ്ജറ്റഡ് യൂണിറ്റ് 5, റിമൈനിങ് യൂണിറ്റ് 4. അതേപോലെ തന്നെ യൂണിറ്റ്സ് പെർ ടൈമിന്റെ അകത്ത് നോക്കിയാലും ബഡ്ജറ്റഡ് യൂണിറ്റ് 5, റിമൈനിങ് യൂണിറ്റ് 4. ഫിക്സഡ് യൂണിറ്റിന്റെ അകത്ത് നോക്കിയാലും ചേഞ്ചസ് ഒന്നുമില്ല, ബഡ്ജറ്റഡ് യൂണിറ്റ് 4. അപ്പൊ ഈ 4 ഇതിലും ടാസ്ക് ഡിപ്പെൻഡന്റിൽ വന്നപ്പോൾ റിസോഴ്സ് സെയിം ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് ടൈമിൽ ഞാൻ പ്രൈസ് പെർ യൂണിറ്റ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 5, റിമൈനിങ് യൂണിറ്റ്സ് 1 പെർ ഡേ. ഇത് ഞാൻ 2 പെർ ഡേ എന്ന് കൊടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. ഫിക്സഡ് ഡ്യൂറേഷനും യൂണിറ്റ്സും ആണ് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. റിമൈനിങ് യൂണിറ്റ് 8 ആയിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അടുത്ത വീണ്ടും ഇതിൽ നമ്മൾ 2 ഡേയ്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ റിമൈനിങ് യൂണിറ്റ് 8 ആയിട്ട് മാറിയിട്ടുണ്ട്. ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും ഫിക്സഡ് യൂണിറ്റ്സിൻ്റെ അകത്ത് ഞാൻ റിമൈനിങ് യൂണിറ്റ് 2 ആക്കി കൊടുക്കുന്നു. റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം ആണ്, 2 ആക്കി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ റിമൈനിങ് യൂണിറ്റ്സ് 4 തന്നെയാണ്. മറ്റേത് യൂണിറ്റ്സ് പെർ ടൈം ഡ്യൂറേഷൻ ടൈപ്പ് ആയിരുന്നപ്പം റിമൈനിങ് യൂണിറ്റ്സ് മാറി. ഫിക്സഡ് യൂണിറ്റിൽ ഞാൻ 2 ആക്കി കഴിഞ്ഞപ്പോൾ റിമൈനിങ് യൂണിറ്റ്സ് മാറിയിട്ടില്ല. നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. ഷെഡ്യൂൾ ചെയ്തപ്പോഴും റിമൈനിങ് യൂണിറ്റ്സ് മാറിയിട്ടില്ല. ഞാൻ റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം മാറ്റിയിട്ടും റിമൈനിങ് യൂണിറ്റ്സ് മാറിയിട്ടില്ല. ഇനി അതേപോലെ തന്നെ ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമിന്റെ അകത്ത് നമുക്ക് റിമൈനിങ് യൂണിറ്റ്സ് 2 പെർ ഡേ ചെയ്ത് നോക്കാം. റിമൈനിങ് യൂണിറ്റ്സ് മാറിയിട്ടില്ല. ഷെഡ്യൂൾ ചെയ്ത് നോക്കാം, മാറിയിട്ടില്ല. അപ്പോൾ റിമൈനിങ് യൂണിറ്റ്സ് മാറുന്നത് ഫിക്സഡ് ഡ്യൂറേഷൻ ഉള്ള 2 കേസിൽ മാത്രമേ റിമൈനിങ് യൂണിറ്റ്സ് മാറിയിട്ടുള്ളൂ. ബഡ്ജറ്റഡ് യൂണിറ്റ് 5 തന്നെയാണ്. ബഡ്ജറ്റഡ് യൂണിറ്റ് എങ്ങും മാറിയിട്ടില്ല. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് നോക്കി. നമ്മുടെ പ്ലാൻഡ് യൂണിറ്റ് ആണ് ബഡ്ജറ്റഡ് യൂണിറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ റിമൈനിങ് യൂണിറ്റ്സ് 4, ഫിക്സഡ് യൂണിറ്റ് ടൈപ്പിലും റിമൈനിങ് യൂണിറ്റ്സ് 4, ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് പെർ ടൈമിൽ റിമൈനിങ് യൂണിറ്റ്സ് 8 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് ടൈപ്പിലും യൂണിറ്റ്സ് പെർ ടൈമിൽ റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈമിൽ എന്ത് മാറ്റം ഉണ്ടായാലും അത് നമ്മുടെ റിമൈനിങ് ടോട്ടൽ യൂണിറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഫിക്സഡ് യൂണിറ്റ് ആയിട്ടുള്ള 2 ടൈപ്പ് ഡ്യൂറേഷൻ ടൈപ്പിൽ ഇത് നമ്മുടെ റിമൈനിങ് യൂണിറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആളിന്റെ എണ്ണം കൂട്ടിയെന്ന് പറഞ്ഞാലും 4 ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിന് ഡ്യൂറേഷനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ റിസോഴ്സ് കൂടുതലായി എന്ന് കരുതിയാലും ഇത് നമ്മുടെ, അതായത് ഈ ടൈപ്പ് ഇതില് ഫിക്സഡ് യൂണിറ്റും പെർ ടൈമും ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമും ഡ്യൂറേഷൻ ടൈപ്പ് ഉള്ളത് റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ടാസ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ടാസ്കുകൾ 4 എടുക്കാം. അതിന് നമുക്ക് ഈ റിസോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം.
ആക്ടിവിറ്റി 3 സെയിം റിസോഴ്സ് തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഇത് പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഒരേ റിസോഴ്സ് തന്നെ ഒരേ ഡേറ്റിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് പെർസെൻറ്റേജ് കംപ്ലീറ്റ്. ഇവിടെ ഫിക്സഡ് യൂണിറ്റിൽ നമ്മൾ ഇവിടെ നിങ്ങൾ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ഇവിടെ മാറി. ഇവിടെ നമ്മൾ കൊടുത്തത് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ടൈപ്പ് ഫിക്സഡ് യൂണിറ്റ്സിൽ നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ യൂണിറ്റ്സ് പെർ ഡേ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം നോക്കിയപ്പോൾ ഇവിടെ യൂണിറ്റ്സ് മാറിയില്ല, പക്ഷേ ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ഇവിടെ മാറി. ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമിലും ആക്ടിവിറ്റി പെർസെൻറ്റേജ് ഇവിടെ മാറി. നമ്മൾ റിസോഴ്സിന്റെ എണ്ണം റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം 2 ആക്കി കൊടുത്തു. 1 ഡേ മാറിയുള്ളൂ. നമ്മുടെ ഡേറ്റ് 4 ദിവസം മാറി. ആ സമയത്ത് ആക്ടിവിറ്റി പെർസെൻറ്റേജ് മാറിയിരിക്കും. ഇപ്പം ഫിക്സഡ് ഡ്യൂറേഷനിൽ റിമൈനിങ് യൂണിറ്റ് 8 ആയിട്ട് കൂടുകയും അതേസമയം യൂണിറ്റ്സ് ഫിക്സഡ് ആയെടുത്ത് റിമൈനിങ് യൂണിറ്റ് 4 ആയിട്ട് തന്നെ നിൽക്കുകയും പകരം ആക്ടിവിറ്റിയുടെ പെർസെൻറ്റേജ് മാത്രം കംപ്ലീഷൻ പെർസെൻറ്റേജ് 60% ആയിട്ട് മാറ്റുകയും ചെയ്തു. സോ 4 ടൈപ്പിൽ ടാസ്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് കൺക്ലൂഷൻ വരുന്നത്. ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് പെർ ടൈം ആണെങ്കിലും യൂണിറ്റ്സ് ആണെങ്കിലും നമ്മൾ റിസോഴ്സിന്റെ എണ്ണം കൂട്ടിയാലും അത് നമ്മുടെ ഡ്യൂറേഷന്റെ ആക്ടിവിറ്റി പെർസെൻറ്റേജിനെ അഫക്റ്റ് ചെയ്യത്തില്ല. എന്നാൽ ഫിക്സഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈം ആണ് എങ്കിൽ റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം നമ്മൾ മാറ്റിയാൽ നമ്മുടെ ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. ഇത് എല്ലാത്തിനും നമ്മൾ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇനി നമ്മൾ ഇതേ പ്രൊസീജിയർ റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് കൊടുത്തു നോക്കാം. ആക്ടിവിറ്റി 1 റിമൈനിങ് യൂണിറ്റ്സ് ഞാൻ 2 ആക്കി കൊടുക്കുന്നു. അതേപോലെ ആക്ടിവിറ്റി 2 റിമൈനിങ് യൂണിറ്റ്സ് 2 ആക്കി കൊടുക്കുന്നു. ആക്ടിവിറ്റി 3 2 ആക്കി കൊടുക്കുന്നു. ഇവിടെ എല്ലാം നമ്മൾ റിമൈനിങ് യൂണിറ്റ്സ് 2 പെർ ഡേ ആക്കിയതിന്റെ എഫക്റ്റ് നമ്മൾ നോക്കി. ഇതിൽ മാത്രം 60% കൂടി. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് വരിക എന്ന് നോക്കാം. ഇപ്പൊ ഷെഡ്യൂൾ സെയിം 4th ജൂലൈക്ക് ഷെഡ്യൂൾ കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിസോഴ്സ് ഡിപ്പെൻഡന്റിന്റെ അകത്ത് ഇനി നമുക്ക് ഈ ടാസ്ക് ഡിപ്പെൻഡന്റും റിസോഴ്സ് ഡിപ്പെൻഡന്റ് കമ്പയർ ചെയ്ത് നോക്കാം. ടാസ്ക് ഡിപ്പെൻഡന്റിലെ ആക്ടിവിറ്റി 1 ബഡ്ജറ്റ് യൂണിറ്റ് 5 റിമൈനിങ് യൂണിറ്റ് 8. റിസോഴ്സ് ഡിപ്പെൻഡന്റില് ബഡ്ജറ്റഡ് യൂണിറ്റ് 5 റിമൈനിങ് യൂണിറ്റ് 8. ഇനി അതിന്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 20% വെച്ച് ഉണ്ട്. ഇനി ആക്ടിവിറ്റി 2 റിമൈനിങ് യൂണിറ്റ് 2 ആക്കി കൊടുത്തപ്പം റിമൈനിങ് യൂണിറ്റ്സ് 8, റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം 2 പെർ ഡേ. റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആകുമ്പോൾ റിമൈനിങ് യൂണിറ്റ് 8, യൂണിറ്റ്സ് പെർ ടൈം
2 പെർ ഡേ. ഫിക്സഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ സെയിം എഫക്റ്റ് കാണിക്കുന്നു നമ്മൾ. ആക്ടിവിറ്റി ടാസ്ക് ഡിപ്പെൻഡന്റിലും റിസോഴ്സ് ഡിപ്പെൻഡന്റിലും ഡ്യൂറേഷൻ ടൈപ്പിൽ എഫക്റ്റ് കാണിക്കുന്നത് സെയിം ആണ്. ഇത് എപ്പോഴാണ് ചേഞ്ച് ആകുന്നതെന്നുള്ളത് നമ്മൾ റിസോഴ്സ് ഇനി ബഡ്ജറ്റഡ് യൂണിറ്റ്സിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതനുസരിച്ച് എങ്ങനെയാണെന്ന് നോക്കുക. സ്റ്റാറ്റസിൽ നോക്കുക. ഫിക്സഡ് ഡ്യൂറേഷനിൽ അറ്റ് കംപ്ലീഷൻ 7 ഇവിടെ 7. ഫിക്സഡ് ഡ്യൂറേഷൻ യൂണിറ്റ്സ് പെർ ടൈം അറ്റ് കംപ്ലീഷൻ 7 ഇവിടെ 7. ഫിക്സഡ് യൂണിറ്റിൽ അറ്റ് കംപ്ലീഷൻ 5 ഇവിടെയും 5. ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമിൽ അറ്റ് കംപ്ലീഷൻ 5 ഇവിടെയും 5. സപ്പോസ് ഫിക്സഡ് ഡ്യൂറേഷൻ പെർ യൂണിറ്റിൽ ഞാൻ റിമൈനിങ് ഡ്യൂറേഷൻ 5 ആക്കി കൊടുത്താൽ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് 0 ആയി മാറി. അതേസമയം ഞാൻ റിസോഴ്സ് ഇതിൽ റിമൈനിങ് ഡ്യൂറേഷൻ 5 ആക്കി കൊടുത്താൽ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ഇവിടെ 0 ആയി മാറി. ഇത് രണ്ടും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ശേഷം നോക്കുക. ഷെഡ്യൂൾ ചെയ്ത ശേഷം ഇവിടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് മാറുന്നുണ്ടോ? മാറിയിട്ടില്ല. നമുക്ക് റിസോഴ്സിന്റെ കാൽക്കുലേഷനിൽ പോയി നോക്കാം. റിമൈനിങ് യൂണിറ്റ് 8 ആണ്. റിമൈനിങ് യൂണിറ്റ് 8 ആണ്. നമ്മളിവിടെ കൊടുത്തത് റിമൈനിങ് യൂണിറ്റ് 5 ആണ്. റിസോഴ്സ് ഡിപ്പെൻഡന്റിലും റിമൈനിങ് യൂണിറ്റ് 5 ആണ് കൊടുത്തത്. പക്ഷെ നമ്മൾ റിസോഴ്സിന്റെ കാൽക്കുലേഷനിൽ പോയി കഴിഞ്ഞാൽ റിമൈനിങ് യൂണിറ്റ് 8 ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇതേ കാര്യം നമ്മൾ ഫിക്സഡ് യൂണിറ്റ്സിൽ ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് പെർ ടൈമിൽ നമ്മൾ റിമൈനിങ് 5 ആയിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെയും രണ്ട് ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റും 0 ആയിട്ട് പോയി. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ശേഷം നോക്കാം. 0 ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് റിമൈനിങ് ഡേയ്സ് 5 നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അറ്റ് കംപ്ലീഷൻ 8 ആണ് കാണിക്കുന്നത്. ഇവിടെയും 5ഉം 8ഉം ഇത് തമ്മിൽ ഡയറക്റ്റ് പെർസെൻറ്റേജിൽ ഡിഫറൻസ് ഒന്നും കാണിക്കുന്നില്ല. ഇനി റിസോഴ്സിൽ എന്താണ് കാണിക്കുന്നത്? റിസോഴ്സിൽ വരുമ്പോൾ ഇവിടെ റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളിടത്ത് റിമൈനിങ് യൂണിറ്റ് 10ഉം അതേപോലെ തന്നെ ബഡ്ജറ്റഡ് യൂണിറ്റ് 5ഉം ആണ് കാണിച്ചിരിക്കുന്നത്. ടാസ്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് ഉള്ളിടത്ത് റിമൈനിങ് യൂണിറ്റ് 10, ബഡ്ജറ്റഡ് യൂണിറ്റ് 5. സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ നമ്മൾ റിമൈനിങ് യൂണിറ്റ് 5 ആണ് കൊടുത്തത്. പക്ഷെ റിസോഴ്സിൽ അത് റിമൈനിങ് യൂണിറ്റ് 10 ആണ് കാണിക്കുന്നത്. ഇത് രണ്ടിലും ഉള്ള സിമിലാരിറ്റി റിസോഴ്സ് ഡിപ്പെൻഡന്റിൽ നമ്മൾ കണ്ടു. ഇനി ഫിക്സഡ് യൂണിറ്റിൽ നമ്മൾ ഇതേ പ്രൊസീജിയർ ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റാറ്റസിൽ റിമൈനിങ് യൂണിറ്റ് ഞാൻ 2 എന്നുള്ളത് 5 ആക്കി കൊടുക്കുന്നു. അതേപോലെ തന്നെ റിസോഴ്സ് ഡിപ്പെൻഡന്റിൽ 2 എന്നുള്ളത് 5 ആക്കി കൊടുക്കുന്നു. അതിനുശേഷം ഷെഡ്യൂൾ ചെയ്യുന്നു. ഓക്കെ, ഷെഡ്യൂൾ ചെയ്ത ശേഷം റിസോഴ്സിൽ എന്താണ് മാറ്റം എന്ന് നോക്കാം. ഇവിടെ റിസോഴ്സിൽ റിമൈനിങ് യൂണിറ്റ് 4, റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം 1, പെർസെൻറ്റേജ് കംപ്ലീറ്റ് 0. സെയിം മുകളിലും വന്നു. സ്റ്റാറ്റസിൽ നോക്കിയാൽ
0 0. ഇവിടെ നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പ് റിമൈനിങ് യൂണിറ്റ്സ് 2 പെർ ഡേ എന്നാണ് കൊടുത്തിരുന്നത്. എല്ലാത്തിനും നമ്മൾ ബാക്കിയുള്ളതിനെല്ലാം 2 പെർ ഡേ എന്നാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ റിമൈനിങ് യൂണിറ്റ്സ് ഇവിടെ ചേഞ്ച് ചെയ്ത ശേഷം 5 എന്ന് കൊടുത്ത ശേഷം റിസോഴ്സിൽ പോയി നോക്കിയപ്പോൾ ബഡ്ജറ്റഡ് യൂണിറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. റിമൈനിങ് യൂണിറ്റ്സ് 4 ആണ്. റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം 1 ഡേ ആണ്, 1 പെർ ഡേ ആണ്. ബാക്കി എല്ലായിടത്തും റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം 2 പെർ ഡേ ആയിരുന്നു വന്നിരുന്നത്. റിമൈനിങ് യൂണിറ്റ്സ് 10 ആണ് വന്നത്. ഇതില് റിമൈനിങ് യൂണിറ്റ്സ് 4 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡിഫറൻസ് ഫിക്സഡ് യൂണിറ്റ് ആയപ്പോഴുള്ളത് ഡിഫറൻസ് മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഓരോന്നോരോന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഇത് എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നതെന്ന് പറയാം. അത് ഞാൻ അപ്ലൈ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ഓരോന്നും ചെയ്ത് കാണിക്കുന്നത്. ഇനി ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമിലും സെയിം പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നു. സ്റ്റാറ്റസിൽ പോകുന്നു. റിമൈനിങ് യൂണിറ്റ്സ് 2 എന്നുള്ളത് ഞാൻ 5 ആക്കുന്നു. ഇവിടെയും റിസോഴ്സ് ഡിപ്പെൻഡന്റിൽ റിമൈനിങ് യൂണിറ്റ്സ് 2 എന്നുള്ളത് ഞാൻ 5 ആക്കുന്നു. ഓക്കെ, ഡ്യൂറേഷൻ പെർസെന്റേജ് 0 ആയി. ഇവിടെ റിസോഴ്സ് റിമൈനിങ് യൂണിറ്റ് 10 ആയിട്ട് കാണിക്കുന്നു. റിസോഴ്സ് ഡിപ്പെൻഡന്റിൽ വന്നപ്പം അത് 10 ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം 2 ഡേ കാണിക്കുന്നു. ഇവിടെ 2 ഡേ തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മാറ്റമില്ല. റിമൈനിങ് യൂണിറ്റ്സ് 10, ഇവിടെയും റിമൈനിങ് യൂണിറ്റ്സ് 10 തന്നെ. സ്റ്റാറ്റസിൽ പോയി നോക്കാം. റിമൈനിങ് യൂണിറ്റ് 5 അറ്റ് കംപ്ലീറ്റ് 8. റിമൈനിങ് യൂണിറ്റ്സ് 5 അറ്റ് കംപ്ലീറ്റ് 8. സീറോ പെർസെന്റേജ്. ഇവിടെ ഫിക്സഡ് യൂണിറ്റ് നമുക്ക് റിമൈനിങ് യൂണിറ്റ്സ് 1 പെർ ഡേ എന്ന് ചേഞ്ച് ചെയ്തു. ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമിൽ അത് 2 പെർ ഡേ ആയിട്ട് മാറി. നമ്മൾ റിമൈനിങ് ഡേയ്സ് 5 ഡേയ്സ് ആണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ചേഞ്ചസിൽ വീണ്ടും ഡ്യൂറേഷൻ പെർസെന്റേജ്, ആക്ടിവിറ്റി പെർസെന്റേജ് കംപ്ലീറ്റ് കാണിക്കുന്നത് 0 പെർസെന്റേജുകളാണ്. ഇനി നമ്മുടെ സ്റ്റാറ്റസിൽ ഫിക്സഡ് ഡ്യൂറേഷനിൽ ഞാൻ ഡ്യൂറേഷന് 25% കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ആക്ടിവിറ്റി പെർസെന്റേജ് 25% ആയിട്ട് മാറി. ഇവിടെ റിസോഴ്സ് റിമൈനിങ് യൂണിറ്റ് 7, യൂണിറ്റ്സ് പെർ ടൈം 2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. അതെ, 7 2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റാറ്റസിൽ ഡ്യൂറേഷൻ പെർസെന്റേജ് കംപ്ലീറ്റ് 25% ആയി കൊടുത്തു. അറ്റ് കംപ്ലീറ്റ് 7 ഡേയ്സ് സെയിം ആണ്. റിസോഴ്സിൽ പോയി നോക്കിയാൽ റിമൈനിങ് യൂണിറ്റ്സ് 7, റിമൈനിങ് യൂണിറ്റ്സ് 7. ഇത് രണ്ടിലും ഫിക്സഡ് യൂണിറ്റ്സ് ആൻഡ് ഡ്യൂറേഷനിൽ നമ്മൾ പെർസെന്റേജ് ഓഫ് ഡ്യൂറേഷൻ മാറ്റിയപ്പോൾ രണ്ടും ഒരേപോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫിക്സഡ് ഡ്യൂറേഷൻ യൂണിറ്റ്സ് പെർ ടൈം നോക്കാം. ഇവിടെ ഡ്യൂറേഷൻ പെർസെന്റേജ് ഞാൻ 25% കൊടുക്കുന്നു. ആക്ടിവിറ്റി കംപ്ലീഷൻ സ്റ്റാറ്റസ് 25 ആയി.
റിമൈനിങ് ഡ്യൂറേഷൻ 4 മാറി. നമ്മൾ 0 ആയിരുന്നു, റിമൈനിങ് ഡ്യൂറേഷൻ 5 ഇത് നമ്മൾ നേരത്തെ 5 കൊടുത്തതാണ്. ഞാൻ 25% ഇവിടെ മാറ്റിയപ്പോൾ റിമൈനിങ് ഡ്യൂറേഷൻ 4. 25% അറ്റ് കംപ്ലീഷൻ 7, അറ്റ് കംപ്ലീഷൻ 7, അറ്റ് കംപ്ലീഷൻ 7 ഇവിടെ നമ്മൾ 25% ആക്കി കൊടുക്കുന്നു. 4 അറ്റ് കംപ്ലീഷൻ 7. ഇതില് ലേബർ യൂണിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റഡ് 5 അറ്റ് കംപ്ലീഷൻ 9. ഈ പാർട്ടില് നമ്മൾ ഇവിടെ 25% കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ ആക്ടിവിറ്റിയുടെ സ്റ്റാറ്റസ്. സിമിലർ ഇവിടെ നോക്കാം. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ചേഞ്ച് കൊടുത്തിടത്തൊക്കെ ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സിൽ അറ്റ് കംപ്ലീഷൻ ലേബർ യൂണിറ്റ്സ് 8 ആയിട്ട് കാണിക്കുന്നുണ്ട്. സെയിം നമ്മൾ ടാസ്ക് ഡിപ്പെൻഡന്റിൽ പോയാലും 8 ആയിട്ട് കാണിക്കുന്നുണ്ട്. അതേസമയം ഫിക്സഡ് ഡ്യൂറേഷനും യൂണിറ്റ്സ് പെർ ടൈമിലും വന്നു കഴിഞ്ഞാൽ അറ്റ് കംപ്ലീഷൻ അവിടെ മാറി. നമ്മൾ കൊടുത്തതെല്ലാം സെയിം ആണ്. റിമൈനിങ് ഡ്യൂറേഷന് എല്ലാത്തിനും സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അതിനാണ് ഞാൻ ആദ്യം റിമൈനിങ് ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ ആ ആക്ടിവിറ്റി പെർസെൻറ്റേജ്, അതായത് ഡ്യൂറേഷൻ പെർസെൻറ്റേജ് 25% ആക്കി കൊടുത്തപ്പോൾ നമ്മുടെ അക്കംപ്ലീറ്റ് ലേബർ യൂണിറ്റ് മാത്രം മാറി. അത് ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റിൽ മാറിയിട്ടില്ല. ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് പെർ ടൈമിൽ മാത്രമേ മാറിയിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതില് റിമൈനിങ് ഡ്യൂറേഷന് ലേബർ യൂണിറ്റ് 8 ആയി, ഒന്ന് കൂടി. ഓക്കെ, റിസോഴ്സ് 2 പെർ ഡേ. ഇതെല്ലാം നമ്മൾ ഇതിലെ ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതേ ഡ്യൂറേഷൻ ടൈപ്പ് ഫിക്സഡ് യൂണിറ്റ്സിലേക്ക് വരാം. അവിടെ ഞാൻ സ്റ്റാറ്റസ് റിമൈനിങ് ഡ്യൂറേഷൻ 4 തന്നെ കൊടുക്കുന്നു. നമ്മളിവിടെ 4 കൊടുക്കുമ്പോൾ ഇവിടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് സ്വാഭാവികമായി തന്നെ ചേഞ്ച് ആവുന്നു. അതേസമയം നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ളതിൽ 5 കൊടുത്തു, ഡ്യൂറേഷൻ പെർസെൻറ്റേജ് 0 ആണ്. 4 കൊടുത്തു, ഡ്യൂറേഷൻ പെർസെൻറ്റ് 20 ആണ്. ഞാനിവിടെ 25 അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു, ഡ്യൂറേഷൻ ഇവിടെ മാറുന്നില്ല, റിമൈനിങ് ഡ്യൂറേഷൻ മാറുന്നില്ല. അതേ കാര്യം തന്നെ ഞാൻ ഇവിടെ ചെയ്ത് നോക്കുന്നു. റിമൈനിങ് 5 കൊടുത്തു നോക്കുന്നു, ഇവിടെ 0 ആകുന്നു. റിമൈനിങ് 4 കൊടുത്തു നോക്കുന്നു, ഇവിടെ 20 ആകുന്നു. ഞാനിവിടെ 25% കൊടുക്കുന്നു, 4 ആകുന്നു. 30% കൊടുക്കുന്നു, മാറ്റമില്ല. 50% കൊടുക്കുന്നു, മാറ്റമില്ല. ഷെഡ്യൂൾ ചെയ്ത് നോക്കുന്നു, നോ ചേഞ്ച്. ഫിക്സഡ് യൂണിറ്റ്സിൽ നമ്മൾ ഇവിടുത്തെ പെർസെൻറ്റേജ് മാറ്റിയാലും നമ്മൾ ഇവിടുത്തെ ബഡ്ജറ്റഡ് യൂണിറ്റോ അല്ലെ റിമൈനിങ് യൂണിറ്റോ ഒന്നും ചേഞ്ച് ആവുന്നില്ലെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ ഇത് തന്നെ കാര്യം തന്നെ ഞാനിവിടെ കൊടുത്ത അതേ റിമൈനിങ് യൂണിറ്റും പെർസെൻറ്റേജ് ഡ്യൂറേഷനും റിസോഴ്സ് ഡിപ്പെൻഡന്റിൽ കൊടുത്തു നോക്കാം. റിമൈനിങ് 4 ആയിട്ട് കൊടുത്തു, ഓട്ടോമാറ്റിക്കായിട്ട് ഡ്യൂറേഷൻ പെർസെൻറ്റേജ് വരും. 25% ആക്കി അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും നമുക്ക് അറ്റ് കംപ്ലീറ്റില് 4 ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേസമയം ഫിക്സഡ് ഡ്യൂറേഷൻ യൂണിറ്റ്സ് പെർ ടൈമിൽ അത് അറ്റ് കംപ്ലീറ്റിൽ 9 ആണ്.
ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സിൽ അറ്റ് കംപ്ലീറ്റ് 8 ആണ്. ഫിക്സഡ് യൂണിറ്റ് മാത്രമാകുമ്പോൾ അത് അറ്റ് കംപ്ലീറ്റ് 4 ആണ്. ഡിഫറൻസ് മനസ്സിലായി വരുന്നത് തോന്നുന്നു. ഇനി ഇതിന്റെ ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം കമ്പാരിസൺ നടത്തും. റിമൈനിങ് നമ്മൾ 4 ആക്കി കൊടുക്കുന്നു. ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ഓഫ് ഡ്യൂറേഷൻ 20% ആവുന്നതിന് 25% കൊടുക്കുന്നു. ഷെഡ്യൂൾ ചെയ്യുന്നു. അറ്റ് കംപ്ലീറ്റ് 8 ആണ് ലേബർ യൂണിറ്റ്സ് വന്നേക്കുന്നത്. അറ്റ് കംപ്ലീറ്റ് 7 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡ്യൂറേഷന്റെ അകത്ത് നമുക്ക് ഈ 4 ഇതിലും നമ്മൾ ഈ ചേഞ്ചസ് കൊടുത്തതിൽ സെയിം കാണിക്കുന്നത്. ഡ്യൂറേഷൻ പെർസെൻറ്റേജ് മാറുന്നതിനനുസരിച്ച് ഇവിടെ റിമൈനിങ് മാറുന്നുണ്ട്. 25% ഇവിടെ കൊടുത്തു, റിമൈനിങ് മാറുന്നുണ്ട്. ഇവിടെ അറ്റ് കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അതേസമയം ഫിക്സഡ് ഡ്യൂറേഷനിൽ വന്നിട്ട് ഞാൻ 50% കൊടുക്കുന്നു. അറ്റ് കംപ്ലീറ്റ് മാറുന്നില്ല. ശ്രദ്ധിച്ചാൽ അറിയാം. 25% കൊടുക്കുന്നു. അറ്റ് കംപ്ലീറ്റ് 8 ആണ്, റിമൈനിങ് 7 ആണ്. 50% കൊടുക്കുന്നു. അറ്റ് കംപ്ലീറ്റ് 8 തന്നെയാണ്, റിമൈനിങ് 6 ആണ്. അതാണ് ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സിൽ അറ്റ് കംപ്ലീറ്റ് യൂണിറ്റ് 8 തന്നെയായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റാറ്റസ് കൊടുത്ത് 25%, റിമൈനിങ് ഡേയ്സ് 4 നമ്മൾ മാനുവലി എൻ്റർ ചെയ്ത് കൊടുത്താണ്. ഇവിടെ സെയിം താഴെ റിസോഴ്സ് ഡിപ്പെൻഡന്റ് വരുമ്പോഴും റിമൈനിങ് 4% 20 എന്നുള്ളത് ഞാൻ 25% ആയി കൊടുക്കുന്നു. അറ്റ് കംപ്ലീറ്റ് 8 ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. ഷെഡ്യൂൾ ചെയ്ത ശേഷവും അറ്റ് കംപ്ലീറ്റ് 8 തന്നെയാണ്, റിമൈനിങ് 8 തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 25% കംപ്ലീറ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ റിമൈനിങ് 8 തന്നെയാണ് കാണിക്കുന്നത്. റിസോഴ്സ് റിമൈനിങ് യൂസ് 2 പെർ ഡേ. ഇവിടെ ഇത് 1 പെർ ഡേ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ 2 പെർ ഡേ ആയിട്ട് കാണിച്ച ശേഷം സ്റ്റാറ്റസിൽ നോക്കാം. അറ്റ് കംപ്ലീറ്റ് 4 ആയിട്ട് കുറഞ്ഞു. ഇതില് റിസോഴ്സ് റിമൈനിങ് യൂണിറ്റ്സ് 2 പെർ ഡേ ആണ്. ഇതിനെ ഞാൻ 1 ആക്കുകയാണ്. ഇപ്പൊ റിമൈനിങ് യൂണിറ്റ്സ് സ്വാഭാവികമായും 4 ആവണം. കാര്യം നമ്മൾ ഇവിടെ റിമൈനിങ് യൂണിറ്റ് 1 ആക്കിയപ്പം 4 ആയിരുന്നു, 2 ആക്കിയപ്പം ഷെഡ്യൂൾ ചെയ്യാം. റിമൈനിങ് യൂണിറ്റ് 4 ആണ്, ബഡ്ജറ്റ് യൂണിറ്റ് 5 ആണ്. 1 ആക്കിയപ്പം റിമൈനിങ് യൂണിറ്റ് 4 ആണ്, ബഡ്ജറ്റ് യൂണിറ്റ് 5 ആണ്. ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ മുകളില് ടാസ്ക് ഡിപ്പെൻഡന്റ് ചെയ്ത് നോക്കാം. റിമൈനിങ് യൂണിറ്റ് 2 ആക്കുന്നു, ബഡ്ജറ്റ് യൂണിറ്റ് 5 ആണ്, 4 ആണ്. ഷെഡ്യൂൾ ചെയ്ത് നോക്കുന്നു, മാറ്റമൊന്നുമില്ല. അപ്പം നമ്മുടെ റിസോഴ്സ് ഡിപ്പെൻഡന്റിൽ നമ്മൾ ഇത് 2 ആക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസിൽ അറ്റ് കംപ്ലീറ്റ് 4 ആണ്. അത് 1 ആക്കുന്നു, നമ്മുടെ സ്റ്റാറ്റസിൽ ഷെഡ്യൂൾ ചെയ്ത് നോക്കുക. ഫിക്സഡ് യൂണിറ്റിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. ഈ ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമിലാണെങ്കിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ റിമൈനിങ് യൂണിറ്റ് ബാക്കിയുള്ളതിന്റെ കൂട്ട് തന്നെ 4 ആക്കി കൊടുക്കുകയാണ്. പെർസെൻറ്റേജ് 20% എന്നുള്ളത് 25% ആയി കൊടുക്കുന്നു. ഷെഡ്യൂൾ ചെയ്യുന്നു. ഇവിടെ അറ്റ് കംപ്ലീറ്റ് 4, റിമൈനിങ് യൂണിറ്റ് 4. ഇവിടെ ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ ഇവിടെ എല്ലാം എവിടെ ചേഞ്ച് വരുന്നെന്ന് ശ്രദ്ധിക്കുക. ബഡ്ജറ്റഡ് ലേബർ 5 നമ്മൾ ആദ്യമേ കൊടുത്തത്
അതായത് നമ്മുടെ റിസോഴ്സിന്റെ ഡിഫോൾട്ട് 1 പെർ ഡേ തന്നെയാണ് എല്ലായിടത്തും കാണിക്കുന്നത്. അതേസമയം ഇവിടെ വരുമ്പോൾ റിമൈനിങ് യൂണിറ്റ് 8 ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സിൽ നമ്മൾ റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം ചേഞ്ച് ആകുന്നതിനനുസരിച്ച് ടോട്ടൽ റിമൈനിങ് യൂണിറ്റ് ചേഞ്ച് ആവും. അതാണ് നമ്മൾ ഈ ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് പെർ ടൈമിന്റെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. എടുക്കുന്നു, ഇത് 4 ആയി മാറും. അതേ സെയിം കാര്യം തന്നെ നമ്മൾ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ റിമൈനിങ് യൂണിറ്റ്സ് 1 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 ആയിട്ട് കുറഞ്ഞു. ഇവിടെ 1 ആക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ 4 ആയിട്ട് കുറഞ്ഞു. ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് ടൈമിൽ ഇത് 1, ഇത് 1, ഇവിടെ ഇത് 1, ഇവിടെ ഇത് 1. ഇതിൽ ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് മാത്രമാണ് നിങ്ങൾ നോക്കിയാൽ റിമൈനിങ് യൂണിറ്റ്സ് 3 ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. സ്റ്റാറ്റസിൽ പോയി നോക്കാം. അറ്റ് കംപ്ലീഷനിൽ 5 days ആണ്. ഇതിൽ ഫിക്സഡ് യൂണിറ്റ്സിൽ വരുമ്പോൾ അറ്റ് കംപ്ലീഷൻ 4 ആണ്. റിസോഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് എഫക്റ്റ്, റിസോഴ്സ് ഇല്ലെങ്കിൽ എന്താണ് എഫക്റ്റ്? ഫിക്സഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ യൂണിറ്റ് ഫിക്സ് ചെയ്യുകയാണ്. ഓക്കെ, ഈ 4 കണ്ടീഷനും നമ്മൾ നോക്കി, റിസോഴ്സ് ആഡ് ചെയ്ത് നോക്കി. ഈ റിസോഴ്സിന്റെ പെർ ഡേ ഇവിടെ 1 ആക്കി കൊടുക്കുക, എല്ലാം 1 ആക്കി കൊടുക്കുക. ഓക്കെ, 4 ടൈപ്പിലും 1 ചെയ്ത് കൊടുത്തു. ബഡ്ജറ്റഡ് അറ്റ് കംപ്ലീഷൻ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ടാസ്ക് ഡിപ്പെൻഡന്റ് ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് ആണെങ്കിൽ അറ്റ് കംപ്ലീഷൻ 5, യൂണിറ്റ്സ് പെർ ടൈം ആണെങ്കിൽ അറ്റ് കംപ്ലീഷൻ 5, ഫിക്സഡ് യൂണിറ്റ് ആണെങ്കിൽ അറ്റ് കംപ്ലീഷൻ 4. നമ്മൾ റിസോഴ്സ് ഇവിടെ റിമൈനിങ് യൂണിറ്റ്സ് 1 ആയി കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്റ്റാറ്റസിൽ നോക്കുമ്പം ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ഇവിടെ 50% കാണിക്കുന്നു, ഇവിടെ 25% കാണിക്കുന്നു, ഇവിടെ 20% കാണിക്കുന്നു, ഇവിടെ 0%. ഇത് നമുക്ക് നോക്കാം. ഓക്കെ, 0% കാണിക്കുന്നു. ഈ 4 ടൈപ്പ് ഇതിലും റിമൈനിങ് യൂണിറ്റ്സ് ഞാൻ 1 പെർ ഡേ ആക്കി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഇവിടെ നോക്കാം. ഇതിലും റിമൈനിങ് യൂണിറ്റ്സ് 1 പെർ ഡേ. നമ്മൾ സ്റ്റാറ്റസ് കൊടുത്തതിൽ ഇവിടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ആയി, ആക്ടിവിറ്റി പെർസെൻറ്റേജ് ചേഞ്ച് ആയി. അതേപോലെ തന്നെ ഇവിടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ആയിട്ടില്ല. അതേസമയം അറ്റ് കംപ്ലീഷൻ 8 തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ റിസോഴ്സ് 2 ആക്കി കൊടുത്ത് നോക്കാം. ഫിക്സഡ് യൂണിറ്റ്സ് ആൻഡ് ടൈം 2 ആക്കി കൊടുത്തു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 25% ഡ്യൂറേഷൻ ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി. പക്ഷെ അറ്റ് കംപ്ലീഷൻ അപ്പോഴും 8 തന്നെയാണ്, റിമൈനിങ് 4. വീണ്ടും നമ്മൾ ഇത് 1 ആക്കി കൊടുക്കുന്നു. ഇവിടെ റിമൈനിങ് ഡ്യൂറേഷൻ 8 ആയിട്ട് മാറിയിട്ടുണ്ട്, ഡ്യൂറേഷൻ പെർസെൻറ്റേജ് 0 ആയി മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ റിമൈനിങ് യൂണിറ്റ്സ് എപ്പോഴും യൂണിറ്റ്സ് പെർ ടൈമിനെയും ഫിക്സഡ് യൂണിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഫിക്സഡ് ഡ്യൂറേഷൻ ആണ് എങ്കിൽ
ഈ റിസോഴ്സ് യൂണിറ്റ്സ് ഒരിക്കലും നമ്മുടെ ഡ്യൂറേഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് 2% കൊടുത്തു, റിമൈനിങ് യൂണിറ്റ്സ് 5 ആയി, നമ്മുടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ആയിട്ടില്ല. വീണ്ടും 1 കൊടുത്തു, റിമൈനിങ് ഡ്യൂറേഷൻ മാറി, ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ആയിട്ടില്ല. 2 കൊടുത്തു, റിമൈനിങ് ഡ്യൂറേഷൻ മാറി, പക്ഷെ നമ്മുടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് മാറിയിട്ടില്ല. അതായത് 50% ഓഫ് ഡ്യൂറേഷൻ ഇപ്പോഴും ഉണ്ട്. യൂണിറ്റ്സ് ആണ്, റിസോഴ്സസ് ആണ് ചേഞ്ച് ആവുന്നത്. അതായത് ഫിക്സഡ് യൂണിറ്റ്സ് വരുമ്പോൾ റിസോഴ്സസ് ചേഞ്ച് ആകത്തില്ല, ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ആവും. ശ്രദ്ധിച്ചോ? ഇവിടെ ഞാൻ റിമൈനിങ് യൂണിറ്റ്സ് ഇവിടെ 8 ഉണ്ട്, ഞാൻ ഡയറക്റ്റ് 6 കൊടുത്ത് നോക്കാം. റിമൈനിങ് ഡേയ്സ് 6, ഡ്യൂറേഷൻ പെർസെൻറ്റേജ് 0 ആയിട്ട് മാറി. റിമൈനിങ് ഞാൻ 4 കൊടുത്താലും അറ്റ് കംപ്ലീറ്റ് 7 തന്നെ ഫിക്സഡ്, അറ്റ് കംപ്ലീറ്റ് 4 ഇവിടെ ഫിക്സഡ്, ഡ്യൂറേഷൻ പെർസെൻറ്റേജ് 20% ആയിട്ട് മാറും. ഇതില് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ 2 റിസോഴ്സ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് ഡ്യൂറേഷൻ പെർസെൻറ്റേജ് മാറുന്നത് എന്നുള്ളത് നോക്കും. ഇതിനു മുമ്പ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ടൈപ്പ്, ഇതിൽ നമ്മൾ 4 ടൈപ്പ് ഡ്യൂറേഷൻ പഠിച്ചു. ഇനി ഈ 4 ടൈപ്പ് ടാസ്ക് ഡിപ്പെൻഡന്റ്, റിസോഴ്സ് ഡിപ്പെൻഡന്റ്, പെർസെൻറ്റേജ് കംപ്ലീഷൻ ടൈപ്പ് നമുക്ക് കണ്ടു നമ്മൾ. അതായത് നമ്മൾ റിസോഴ്സിന്റെ റിമൈനിങ് യൂണിറ്റ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ, ഫിക്സഡ് ഡ്യൂറേഷനിൽ ഒന്നും സംഭവിക്കില്ല. ആ സമയം ഫിക്സഡ് യൂണിറ്റ് ആണെങ്കിൽ ഡ്യൂറേഷൻ ചേഞ്ച് ആവും. ഒരു സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാണ്. ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈം ആണെങ്കിലും ഡ്യൂറേഷൻ ചേഞ്ച് ആവും. അപ്പൊ ഡ്യൂറേഷൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റും ചേഞ്ച് ആവും. ഇനി ഈ ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് നമ്മൾ ഇവിടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചാണ് ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയത്. ഇത് മാറുന്നതാണ് നമ്മൾ ഇവിടെ ഫിസിക്കൽ പെർസെൻറ്റേജ് കംപ്ലീഷനിലേക്ക് ഞാൻ മാറ്റുകയാണ് എല്ലാം. ഇതിനെല്ലാം ഫിസിക്കൽ പെർസെൻറ്റേജ് ആക്കി മാറ്റുകയാണ്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഫിസിക്കൽ പെർസെൻറ്റേജ് ആയപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് 100% കംപ്ലീറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നോക്കാം. ഇവിടെ 0% ആണ് ഡ്യൂറേഷൻ, റിമൈനിങ് 4 തന്നെയാണ്. ഇവിടെ 3 ആണ് റിമൈനിങ്, ഇവിടെ 4 തന്നെയാണ്. ഫിസിക്കൽ പെർസെൻറ്റേജ് 0 ആണ്. ഈ 4 ആക്ടിവിറ്റിയിൽ ഫിക്സഡ് ഡ്യൂറേഷൻ ഉള്ള ആക്ടിവിറ്റിയിൽ, ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സ് ഉള്ളതിൽ ഫിസിക്കൽ പെർസെൻറ്റേജ് 100% ആയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ റിമൈനിങ് 4 ആയിട്ട് കൊടുത്താലും, റിമൈനിങ് 1 ആയിട്ട് കൊടുത്താലും, 8 ആയിട്ട് കൊടുത്താലും എല്ലാം 100% ആണ്. പക്ഷെ ഇവിടെ ആക്ച്വലി 3 വന്നിട്ടുണ്ട്. ആക്ച്വലിനെ ഞാൻ മാറ്റാൻ ശ്രമിച്ചാൽ എനിക്ക് മാറ്റാൻ പറ്റില്ല. ഒറിജിനലിനെ മാറ്റാൻ പറ്റും, പക്ഷെ ആക്ച്വലിനെ എനിക്ക് മാറ്റാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ഡേറ്റ ഡേറ്റ് 4 ആണ് കൊടുത്തിരിക്കുന്നത്.
ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ പെർസെൻറ്റേജ് 3, ഇവിടെ ഞാൻ ഫിസിക്കൽ പെർസെൻറ്റേജ് 50% ആയിട്ട് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ റിമൈനിങ് പെർസെൻറ്റേജ് 8 ആയിട്ട് മാറി. ഇനി റിസോഴ്സ് റിമൈനിങ് യൂണിറ്റ് 1, ബഡ്ജറ്റഡ് 5, ഇതിനെ ഞാൻ 2% കൂട്ടി 2 പെർ ഡേ ആയിട്ട് കൊടുത്തു. ഇപ്പൊ റിമൈനിങ് യൂണിറ്റ്സ് 16 ആയി. ഇപ്പൊ ഡ്യൂറേഷൻ പെർസെൻറ്റേജിൽ ഫിസിക്കൽ പെർസെൻറ്റേജ് 50% ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. റിമൈനിങ് 8 നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേ ഇത് തന്നെ ടാസ്ക് ഡിപ്പെൻഡന്റ് നമ്മൾ റിസോഴ്സ് ഡിപ്പെൻഡന്റിന് കൊടുക്കാം. ഇവിടെ ഇത് 25% ആണ് കിടക്കുന്നത്. റിമൈനിങ് 4 ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ഇതിനെ നമ്മൾ ഫിസിക്കൽ പെർസെൻറ്റേജിലേക്ക് മാറ്റാം. 0% ആണ് ഫിസിക്കൽ പെർസെൻറ്റേജ്. അതേസമയം ഇവിടെ 50% ആണ്. ഇത് രണ്ടിനെ നമുക്ക് സെയിം ആക്കി നോക്കാം. സെയിം ആക്കണമെങ്കിൽ ഫിക്സഡ് ഡ്യൂറേഷൻ ഇവിടെ ടാസ്ക് ഡിപ്പെൻഡന്റ് എന്ത് കണ്ടീഷനാണ് സ്റ്റാറ്റസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ താഴെ റിസോഴ്സ് ഡിപ്പെൻഡന്റിനും ആക്കി കൊടുക്കാം. ഇവിടെ റിമൈനിങ് ഡ്യൂറേഷൻ 8 ആണ്. ഞാൻ ഇവിടെയും ഇത് 8 ആക്കി കൊടുക്കുകയാണ്. ഇവിടെ പെർസെൻറ്റേജ് മാറ്റമില്ല. ഇവിടെ അറ്റ് കംപ്ലീറ്റ് 11 ആണ്. ഇവിടെ 11 ആണ്. ഇവിടെ ഫിസിക്കൽ പെർസെൻറ്റേജ് 0 ആണ്. ഇവിടെ ഫിസിക്കൽ പെർസെൻറ്റേജ് 50% ആണ്. ഓക്കെ, ഞാനിവിടെ ഫിസിക്കൽ പെർസെൻറ്റേജ് ഇവിടെ അറ്റ് കംപ്ലീറ്റ് ബഡ്ജറ്റഡ് ലേബർ യൂണിറ്റ് 5 ആണ്. ഇവിടെ അത് 16 ആണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇതിനെ ഫിസിക്കൽ പെർസെൻറ്റേജ് 50% തന്നെ ആക്കി കൊടുക്കുക. പക്ഷെ ഇവിടെ ലേബർ യൂണിറ്റ് മാറുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ലേബർ യൂണിറ്റ് മാറുന്നില്ല. അതേസമയം ഇവിടെ ടാസ്ക് ഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞിട്ട് 25% ഷെഡ്യൂൾ ചെയ്ത് നോക്കുന്നു. 16 വന്നു. ഫിസിക്കൽ പെർസെൻറ്റേജ് 25% ആണ്. പക്ഷെ അക്കംപ്ലീഷൻ വീണ്ടും 16 തന്നെയാണ് കാണിക്കുന്നത്. ഇത് ടാസ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ആണ് ഇവിടെ അക്കംപ്ലീഷൻ യൂണിറ്റിൽ വരിക. റിമൈനിങ് 8 കാണിക്കുന്നു. അക്കംപ്ലീഷൻ 6 കാണിക്കുന്നു. ഷെഡ്യൂൾ ടാസ്ക് ഡിപ്പെൻഡന്റില് നമ്മൾ ആക്ച്വൽ എന്ത് മാറ്റിയാലും ഫിക്സഡ് ഡ്യൂറേഷന് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റിമൈനിങ് യൂണിറ്റോ അക്കംപ്ലീഷനോ ചേഞ്ച് ആവത്തില്ല. ഇവിടെ ചേഞ്ച് ആവണമെങ്കിൽ നമ്മൾ റിസോഴ്സ് റിമൈനിങ് ഇവിടെ കണ്ടോ 3 പെർ ഡേയിലേക്ക് മാറി. ഇതിനെ നമ്മൾ വീണ്ടും 1 പെർ ഡേയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അക്കംപ്ലീഷൻ യൂണിറ്റ് മാറത്തുള്ളൂ. ഇത് തമ്മിലുള്ള റിലേഷന് നമ്മൾ പഠിക്കേണ്ടത് റിസോഴ്സിന്റെ റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം നമുക്ക് എത്ര ഷെഡ്യൂൾ കൊടുക്കാൻ പറ്റുമോ അത് ഫിസിക്കലിൽ കൊടുത്താലുള്ള എഫക്റ്റ് എന്താണ്, അതേപോലെ ടാസ്ക് ഡിപ്പെൻഡന്റിന് കൊടുത്താലുള്ള എഫക്റ്റ് എന്താണ്. റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ഫിസിക്കൽ ആണെങ്കിൽ എന്താണ് ഡിഫറൻസ് വരുന്നത്, ഡ്യൂറേഷൻ ആണെങ്കിൽ എന്താണ് ഡിഫറൻസ് വരുന്നത്. നോക്കാം. റിമൈനിങ് ഡേറ്റ് 8 ഞാൻ 6 ആക്കി കൊടുക്കുന്നു. ഡ്യൂറേഷൻ ആണ്. ഇവിടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് മാറിയിട്ടില്ല. അറ്റ് കംപ്ലീഷൻ 8 നമുക്ക് 5 ആയിരുന്നു. ഇവിടെ മാറിയിട്ടില്ല. 6 കൊടുത്തപ്പോഴും മാറിയിട്ടില്ല. അതേസമയം നമ്മൾ ഫിസിക്കൽ ആക്കി നോക്കുക. ഡ്യൂറേഷൻ പെർസെൻറ്റേജ് 50% മാറി.
ഇത് ഞാൻ 8 ആക്കി കൊടുക്കുന്നു. ഡ്യൂറേഷൻ ഫിസിക്കൽ പെർസെൻറ്റേജ് മാറിയിട്ടില്ല. അറ്റ് കംപ്ലീഷൻ നോക്കാം. 6 ആക്കി കൊടുക്കുന്നു. അറ്റ് കംപ്ലീഷൻ മാറിയിട്ടില്ല. 8 ആക്കി കൊടുക്കുന്നു. അറ്റ് കംപ്ലീഷൻ മാറിയിട്ടില്ല. ഇനി എവിടെ ആയിരിക്കും മാറ്റം വന്നേക്കുന്നത്? നമുക്ക് റിസോഴ്സ് റിമൈനിങ് യൂണിറ്റ്സ് പെർ ഡേ എത്രയാണ് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ റിമൈനിങ് ഡ്യൂറേഷൻ 6 ആക്കി കൊടുക്കുന്നു. 1 പെർ ഡേ. ഇവിടെ 50% കാണിക്കുന്നു. ഇവിടെ ലേറ്റ് സ്റ്റാർട്ട് ഡേറ്റ് മാറുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് 8% ആയി കൊടുക്കുന്നു. സോറി, ഇതാണ് നോക്കുക. നമ്മൾ റിമൈനിങ് 8 ആയി കൊടുക്കുന്നു. ഫിസിക്കൽ പെർസെൻറ്റേജ് മാറുന്നില്ല. 6 ആയി കൊടുക്കുന്നു. ഫിസിക്കൽ പെർസെൻറ്റേജ് മാറുന്നില്ല. ഇവിടെ റിമൈനിങ് യൂണിറ്റ്സ് 1 പെർ ഡേ ആണ്. ഞാൻ റിമൈനിങ് 8 കൊടുക്കുന്നു. റിസോഴ്സ് 1 പെർ ഡേ തന്നെ ആയിരിക്കുന്നു. അപ്പം നമ്മൾ ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ് നമ്മൾ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും ഫിക്സഡ് ഡ്യൂറേഷൻ പെർ യൂണിറ്റ്സ് ആണെങ്കിൽ റിസോഴ്സിന്റെ അകത്ത് ചേഞ്ചസ് എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഡ്യൂറേഷനെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യത്തില്ല. അതാണ് ഫിക്സഡ് ഡ്യൂറേഷൻ ആൻഡ് യൂണിറ്റ്സിന്റെ പ്രത്യേകത. അതേസമയം ഫിക്സഡ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിമൈനിങ് ഡ്യൂറേഷന് എപ്പോഴും നമ്മുടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജിനെ അഫക്റ്റ് ചെയ്യും. റിമൈനിങ് 2 ഉള്ളൂ എന്ന് കണ്ടപ്പോൾ 60% കംപ്ലീറ്റ് ആയി. ഇതിന് നമുക്ക് ഫിസിക്കലിൽ നോക്കാം. ഫിസിക്കലിൽ ഞാൻ റിമൈനിങ് എന്ത് മാറ്റിയാലും ഇവിടെ യാതൊരു ചേഞ്ചും ഉണ്ടാകത്തില്ല. അതേസമയം റിമൈനിങ് ഞാൻ 3 ആക്കി കൊടുക്കുന്നു. ഇവിടെ കംപ്ലീഷൻ 3 ആയിട്ട് മാറും, ബഡ്ജറ്റ് മാറും. ഇനി ഫിസിക്കൽ കൊടുക്കുമ്പോൾ നമ്മുടെ റിസോഴ്സ് റിമൈനിങ് യൂണിറ്റ്സ് 3, ഞാൻ ഇതിനെ 6 എന്ന് കൊടുക്കുന്നു. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ റിമൈനിങ് യൂണിറ്റ്സ് 5, അറ്റ് കംപ്ലീഷൻ 6. ഇതിന്റെ ഫിസിക്കൽ കൊടുക്കുമ്പോഴും ഡ്യൂറേഷൻ ടൈപ്പ് കൊടുക്കുമ്പോഴും അറ്റ് കംപ്ലീഷൻ പെർസെൻറ്റേജ് കാണിക്കുന്നത് ഫിസിക്കലിന്റെ പെർസെൻറ്റേജ് കാണിക്കും, ഡ്യൂറേഷന്റെ പെർസെൻറ്റേജ് കാണിക്കും. ഈ ഡിഫറൻസ് അറിയാൻ വേണ്ടി നമുക്ക് കോളത്തിൽ അതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. പെർസെൻറ്റേജ് കംപ്ലീറ്റ് നമുക്ക് ആക്ച്വൽ പെർസെൻറ്റേജ് കംപ്ലീറ്റില് ഡ്യൂറേഷൻ പെർസെൻറ്റേജ് കംപ്ലീറ്റ്, ഫിസിക്കൽ പെർസെൻറ്റേജ് കംപ്ലീറ്റ്, ഷെഡ്യൂൾ പെർസെൻറ്റേജ് കംപ്ലീറ്റ്, യൂണിറ്റ്സ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തു. ഇതില് റിസോഴ്സ് ബഡ്ജറ്റ് യൂണിറ്റ് 5 ആണ്. നമ്മൾ നേരത്തെ എപ്പോഴും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. അറ്റ് കംപ്ലീഷനിൽ 11 ആണ് ഇവിടെ വന്നത്. കാരണം റിമൈനിങ് യൂണിറ്റ് നമ്മൾ 8 കൊടുത്തോണ്ടാണ്. 2 കൊടുത്തു. ഫിസിക്കൽ പെർസെൻറ്റേജിൽ മാറ്റമില്ല. അറ്റ് കംപ്ലീഷൻ 5 ആണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഷെഡ്യൂൾ ഇവിടെ ഇപ്പോൾ 0% ആണ് ഫിസിക്കൽ പെർസെൻറ്റേജ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ആക്ടിവിറ്റി ഫിസിക്കൽ ആണ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ടൈപ്പ്. ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. ഇപ്പോഴും അത് 0% തന്നെയാണ്. ഷെഡ്യൂൾ പെർസെൻറ്റേജ് 60 ആണ്. ഫിസിക്കൽ പെർസെൻറ്റേജ് കംപ്ലീറ്റ് 0% ആണ്. ഇവിടെ ആക്ച്വൽ ലേബർ യൂണിറ്റ് 3 ആയിട്ടുണ്ട്. ഇതില് ആക്ച്വൽ യൂണിറ്റ്
ഞാൻ 4 ആയി കൊടുക്കുന്നു. റിമൈനിങ് യൂണിറ്റ് 2 തന്നെ ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇവിടെ ഫിസിക്കൽ പെർസെൻറ്റേജ് 0% തന്നെയാണ്. ആക്ച്വലി എനിക്ക് ഇവിടെ ആക്ച്വലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സമയം ഫിസിക്കൽ പെർസെൻറ്റേജ് എനിക്ക് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഈ ആക്ടിവിറ്റിയുടെ പെർസെൻറ്റേജ് കംപ്ലീഷൻ ടൈപ്പ് 0 ആണ്. അതുകൊണ്ട് ആക്ടിവിറ്റി പെർസെൻറ്റേജ് ടൈപ്പ് 0 ആണ്. ഇപ്പൊ ഫിസിക്കൽ നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ എത്ര മാറിയാലും, ഞാൻ ഇതിന്റെ ഡേറ്റ് മാറ്റുകയാണ്, തേർഡ് ആക്കുകയാണ്, ഷെഡ്യൂൾ ചെയ്യുന്നു. ഇവിടെ ഡ്യൂറേഷൻ ഷെഡ്യൂൾ പെർസെൻറ്റേജ് 40% കംപ്ലീറ്റ് ആയി, ഡ്യൂറേഷൻ പെർസെൻറ്റേജ് 60% കംപ്ലീറ്റ് ആയി, ഫിസിക്കൽ പെർസെൻറ്റേജ് 0 ആണ്. ഇത് ആണ് നമ്മൾ എപ്പോഴും പെർസെൻറ്റേജ് കംപ്ലീഷൻ ടൈപ്പ് എന്ത് സെലക്ട് ചെയ്യുന്നു അതിന്റെ ചേഞ്ച് മാത്രമേ നമ്മുടെ ആക്ടിവിറ്റി പെർസെൻറ്റേജ് ചേഞ്ചിനെ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള റിസോഴ്സിന്റെ ചേഞ്ച് ഇപ്പൊ ഞാനിവിടെ 2 പെർ ഡേ ആക്കി നോക്കാം. ഫിസിക്കൽ പെർസെൻറ്റേജിൽ യാതൊരു എഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. ആക്ച്വല് 2 ആയിട്ട് മാറി, റിമൈനിങ് 2 ആയിട്ട് മാറി. വീണ്ടും ഞാൻ ഇതിനെ 1 ആക്കി നോക്കാം, റിമൈനിങ് 2 ആയിട്ട് മാറി. ഇവിടെ ആക്ച്വൽ 2, റിമൈനിങ് 2 അറ്റ് കംപ്ലീഷൻ 4. വീണ്ടും ഇതിനെ 1 ആക്കി നോക്കാം, റിമൈനിങ് 2 4 അറ്റ് കംപ്ലീഷൻ 4. ഇവിടെ ബഡ്ജറ്റഡ് യൂണിറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ റിസോഴ്സ് 2 പെർ ഡേ ആയപ്പം റിമൈനിങ് ഡേയ്സ് 2 ആണ്, റിമൈനിങ് ലേബർ യൂണിറ്റ് 4 ആയി മാറി, അറ്റ് കംപ്ലീഷൻ 8 ആയി മാറി. കാര്യം ആക്ച്വലി 2 ദിവസം മാറിയപ്പം ലേബർ യൂണിറ്റ് 4 ആയി മാറി. കാരണം റിസോഴ്സിൽ നമ്മൾ 2 പെർ ഡേ എന്നുള്ള യൂണിറ്റ്സ് പെർ ടൈം ആണിത്. യൂണിറ്റ്സ് പെർ ടൈം 2 കൊടുത്തേക്കുന്നത് കൊണ്ട് ആക്ച്വൽ യൂണിറ്റ്സ് കാണിക്കുന്നു. ഷെഡ്യൂളിന്റെ പെർസെൻറ്റേജ് 40% കഴിഞ്ഞു, യൂണിറ്റ്സിന്റെ 50% കഴിഞ്ഞു, ഡ്യൂറേഷൻ കഴിയുന്നത് 60%. ഫിസിക്കൽ പെർസെൻറ്റേജ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇവിടെ പെർസെൻറ്റേജ് കംപ്ലീഷൻ ടൈപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ പെർസെൻറ്റേജ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഫിസിക്കൽ പെർസെൻറ്റേജ് ആണ്. ഞാൻ പറയുന്നത് 25% ഓഫ് എന്റെ ആക്ച്വലി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ റിമൈനിങ് എനിക്ക് 2 ഡേയ്സ് എന്റെ ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് 25% ആയിട്ട് ഇവിടെ മാറി. ഇവിടെ അതേപോലെ ഫിക്സഡ് യൂണിറ്റിന്റെ അകത്ത് ഞാൻ എന്റെ ഫിസിക്കൽ ഇവിടെ നോക്കിയാണ് അറ്റ് കംപ്ലീറ്റ് 6, റിമൈനിങ് 6 ആണ്. ഇതിൽ ഞാൻ 25% ഫിസിക്കൽ പെർസെൻറ്റേജ് മാറ്റി. അറ്റ് കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നില്ല, ഫിക്സഡ് യൂണിറ്റ്സ് ആണ്. റിമൈനിങ് 5 0 ആയിരുന്നപ്പം ഇവിടുത്തെ യൂണിറ്റ്സ് ചേഞ്ച് ആവുന്നില്ല, ഫിക്സഡ് യൂണിറ്റ്സ് ആണ്. 25% ആക്കി. ഇവിടെ ഫിസിക്കൽ പെർസെൻറ്റേജ് 25 ആയി, ആക്ടിവിറ്റി പെർസെൻറ്റേജ് 25 ആയി. റിസോഴ്സ് റിമൈനിങ് യൂണിറ്റ്സ് 2 പെർ ഡേ ആക്കിയാൽ ഇവിടെ സ്റ്റാറ്റസിൽ 25 തന്നെയാണ്, 5 തന്നെയാണ്. ഇവിടെ അറ്റ് കംപ്ലീഷൻ 6 തന്നെയാണ്. വീണ്ടും ഇത് 1 ആക്കി നോക്കുന്നു, 25 തന്നെയാണ്, അറ്റ് കംപ്ലീറ്റ് ഇവിടെ 8 ആണ്, ഇവിടെ 6 ആണ്. ഇവിടെ അറ്റ് കംപ്ലീറ്റ് 5 ആയിട്ട് മാറി. നമ്മുടെ റിമൈനിങ് യൂണിറ്റ്സ് 2 പെർ ഡേ ആക്കിയപ്പോൾ 1 അറ്റ് കംപ്ലീറ്റ് 8 ആയിട്ട് മാറി. ഇത് റിസോഴ്സ് പെർ ഡേ ആണ്. ഇപ്പൊ നമ്മുടെ ഫിസിക്കൽ പെർസെൻറ്റേജ് 25% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം
1.25 ഡേയ്സേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാലൻസ് 3.75 എത്ര ആണോ അത്രയും യൂണിറ്റ് നമുക്ക് എന്തായിരിക്കും റിമൈനിങ് യൂണിറ്റ് കാണിക്കും. 6 അറ്റ് കംപ്ലീഷൻ 6 ആക്ച്വലി 0. ഞാൻ ആക്ച്വലി 2 ആക്കി കൊടുത്തു, റിമൈനിങ് യൂണിറ്റ് മാറി. ആക്ച്വലി 3 ആയിട്ട് കൊടുത്തു, റിമൈനിങ് യൂണിറ്റ് 3 ആയി. ഇനി ഞാനൊന്ന് ഷെഡ്യൂൾ ചെയ്ത് നോക്കാം. ഫിസിക്കൽ പെർസെൻറ്റേജ് മാറിയിട്ടില്ല. ഫിസിക്കൽ പെർസെൻറ്റേജ് നമ്മുടെ ആക്ടിവിറ്റിയുടെ പെർസെൻറ്റേജ് ടൈപ്പ് കംപ്ലീഷൻ ആയതുകൊണ്ട് ഫിസിക്കൽ പെർസെൻറ്റേജ് മാറണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പറയുമ്പോൾ മാത്രമേ മാറത്തുള്ളൂ. ഇത് 50% മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ 75% മാറ്റി കൊടുത്തു. ആക്ടിവിറ്റി പെർസെൻറ്റേജ് 75 മാറി. റിമൈനിങ് യൂണിറ്റ്സ് 3 ആയിട്ട് മാറി. സ്റ്റാറ്റസിൽ നോക്കിയാൽ അറ്റ് കംപ്ലീഷൻ 6 ആയി. ഇതേപോലെ ഫിക്സഡ് യൂണിറ്റ്സ് പെർ ടൈമിൽ നമ്മൾ ആക്ടിവിറ്റി കംപ്ലീഷൻ ടൈപ്പ് ഫിസിക്കൽ ആക്കി കൊടുക്കുമ്പോൾ ഇവിടെ അറ്റ് കംപ്ലീറ്റ് 4 ആണ്. 25% അപ്ഡേറ്റ് ചെയ്യുന്നു. അറ്റ് കംപ്ലീറ്റ് മാറുന്നില്ല. ഇവിടെ അറ്റ് കംപ്ലീറ്റ് ഡ്യൂറേഷൻ 6 ആയി മാറും. 50% മാറി കൊടുത്തു. ഇവിടെ അറ്റ് കംപ്ലീറ്റ് ഡ്യൂറേഷൻ മാറുന്നില്ല. റിസോഴ്സ് റിമൈനിങ് 4 ആണ്. ഷെഡ്യൂൾ ചെയ്യുന്നു. ഓക്കെ, ഫിസിക്കൽ പെർസെൻറ്റേജ് 50%. നമ്മുടെ യൂണിറ്റ്സിലുള്ള ഒരു ചേഞ്ചസും ഫിസിക്കൽ പെർസെൻറ്റേജിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതേസമയം ഇവിടെ 4 കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ അറ്റ് കംപ്ലീഷൻ യൂണിറ്റ് മാറും. ഇവിടെ 3 കൊടുക്കുന്നു. ഇവിടെ ആക്ച്വല് മാറുന്നു. ഇവിടെ 4 കൊടുക്കുന്നു. ഇവിടെ ആക്ച്വൽ 1 ആവുന്നു. റിമൈനിങ് 4 ആവുന്നു. ഇവിടെ 3 കൊടുക്കുന്നു. ഇവിടെ റിമൈനിങ് 6 ആവുന്നു. അറ്റ് കംപ്ലീറ്റ് 8 ആവുന്നു. ഇത് റിസോഴ്സ് 2 പെർ ഡേ ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇനി അത് 1 പെർ ഡേ ആണെങ്കിൽ ഇവിടെ ഞാൻ 2 കൊടുക്കുന്നു. ഇവിടെ റിമൈനിങ് 2 തന്നെ കാണിക്കുന്നു. അറ്റ് കംപ്ലീറ്റ് 5 കാണിക്കുന്നത്. കാരണം 25% ഓൾറെഡി നമ്മൾ കംപ്ലീഷൻ ആണ് കാണിക്കുന്നത്. ഇനി ഞാൻ 0% ആക്കി കൊടുക്കുന്നു. റിമൈനിങ് 3 ആക്കുന്നു. അറ്റ് കംപ്ലീറ്റ് 5. 50% ഫിസിക്കൽ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആവുന്നു. റിസോഴ്സ് 1 പെർ ഡേ ആയിരിക്കുന്നു. റിമൈനിങ് 3 ആയിരിക്കും. ഷെഡ്യൂൾ ചെയ്യുന്നു. ഒറിജിനൽ ഡ്യൂറേഷൻ 5 ആണ്. അറ്റ് കംപ്ലീറ്റ് 5 ആണ്. യൂണിറ്റ്സ് ഒന്നും യൂണിറ്റ്സ് പെർ ടൈം ചേഞ്ച് ചെയ്തിട്ടില്ല. നമുക്ക് യൂണിറ്റ്സ് പെർ ടൈം ഇവിടെ വന്നു കഴിഞ്ഞാൽ റിമൈനിങ് യൂണിറ്റ്സ് പെർ ടൈം 1 ആണ്. ഞാനത് 2 ആക്കി കൊടുക്കുന്നു. അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ പെർസെൻറ്റേജ് നോക്കണം. 2 ആക്കി കൊടുക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ റിമൈനിങ് 3 ആയിട്ടും അറ്റ് കംപ്ലീറ്റ് 8 ആയിട്ടും ചേഞ്ച് ആയി. ഫിസിക്കൽ പെർസെൻറ്റേജിൽ മാറ്റമൊന്നുമില്ല. ഫിസിക്കൽ പെർസെൻറ്റേജ് 75. ഇവിടെ ഒന്നും ഒരു ചേഞ്ചസും ഫിക്സഡ് ഡ്യൂറേഷനിലും യൂണിറ്റ്സ് പെർ ടൈമിലും വരുമ്പോഴത്തേക്ക് എങ്ങും ചേഞ്ചസ് വരുന്നില്ല. ഓക്കെ, 1 കൊടുക്കുന്നു. ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ റിമൈനിങ് ഡ്യൂറേഷൻ ഒക്കെ ചേഞ്ച് ആകത്തുള്ളൂ. ഇവിടെ 5 ആയി കണ്ടോ. ഇതാണ് ഫിസിക്കൽ പെർസെൻറ്റേജ്. അതേപോലെ തന്നെ നമ്മുടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജിന്റെ ഡിഫറൻസ്. ഇനി നമുക്ക് ഇതിനെല്ലാം പെർസെൻറ്റേജ് ടൈപ്പ് കംപ്ലീറ്റ് യൂണിറ്റ്സിലേക്ക് മാറ്റാം. യൂണിറ്റ്സിലേക്ക് മാറ്റുമ്പം നമ്മൾ ടാസ്ക് ഡിപ്പെൻഡന്റ് എന്താണ് എഫക്റ്റ്,
അതേപോലെ തന്നെ ബാക്കി ഓരോ ഐറ്റത്തിനും എന്താണ് എഫക്റ്റ് എന്ന് നോക്കാം. ഇവിടെ യൂണിറ്റ്സിലേക്ക് മാറ്റിയപ്പോൾ സ്റ്റാറ്റസിൽ ഇവിടെ ആക്ടിവിറ്റി പെർസെൻറ്റേജ് 0 ആണ്. ഇവിടെ 25% ആണ്. ഇവിടെ 20% ആണ്. ഇവിടെ 20% ആണ്. നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. റിസോഴ്സ് ആക്ച്വൽ യൂണിറ്റ് 0 ആണ്. സ്റ്റാറ്റസിൽ ആക്ച്വൽ യൂണിറ്റ് 2 ആണ്. ഡ്യൂറേഷൻ കംപ്ലീറ്റ്. യൂണിറ്റ് പെർസെൻറ്റേജ് 0 ആണ്. ഞാൻ യൂണിറ്റ് പെർസെൻറ്റേജിൽ ആക്ച്വലി 2 ആക്കി കൊടുക്കുക. റിമൈനിങ് 4 ആണ്. അറ്റ് കംപ്ലീഷൻ ചേഞ്ച് ആവുന്നില്ല. 33%. ഇപ്പൊ നമ്മുടെ ലേബർ യൂണിറ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂണിറ്റ് പെർസെൻറ്റേജ് കംപ്ലീഷനിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെർസെൻറ്റേജ് കംപ്ലീഷൻ ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീഷൻ ചേഞ്ച് ആവും. ഓക്കെ, ഇവിടെ ബഡ്ജറ്റഡ് 5 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആണ്. ഡ്യൂറേഷൻ മാറുന്നുണ്ടോ ഇല്ലയോ, നമ്മുടെ ആക്ച്വല് റിമൈനിങ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. 6 അറ്റ് കംപ്ലീറ്റ് 10. ഇവിടെ ഞാൻ ഡ്യൂറേഷൻ റിമൈനിങ് 8 ഞാൻ 4 ആക്കി മാറ്റുന്നു. യൂണിറ്റ്സ് 10% ആയി മാറും. ഇവിടെ അറ്റ് കംപ്ലീറ്റ് 12 ആക്കി കൊടുക്കുന്നു. റിമൈനിങ് 10 ആക്ച്വലി 2 ആക്കി കൊടുക്കുന്നു. റിമൈനിങ് 10. അപ്പൊ നമ്മുടെ ഡ്യൂറേഷന് നമ്മൾ ആക്ച്വലി 2 ദിവസം ഇതില് വരാൻ കാരണം യൂണിറ്റ്സ് നമ്മൾ ഇവിടെ 4 കൊടുക്കുന്നു. ഇവിടെ 40% ചേഞ്ച് ആവുന്നു. റിമൈനിങ് 1 യൂണിറ്റ്സ് പെർ ഡേ കൊടുത്തു. ഇപ്പൊ നമ്മുടെ ഷെഡ്യൂളിൽ നമ്മൾ 3 ദിവസം കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് ആക്ച്വൽ യൂണിറ്റ് 4 നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. യൂണിറ്റ് പെർസെൻറ്റേജ് മാറി. ലേബർ യൂണിറ്റ് ആക്ച്വൽ യൂണിറ്റ് 2 കൊടുക്കുന്നു. നമ്മുടെ യൂണിറ്റ് പെർസെൻറ്റേജ് 20 ആയി മാറി. നമ്മുടെ ബഡ്ജറ്റഡ് യൂണിറ്റ് 5 ആണ്. ആക്ച്വലി ഞാൻ 5 കൊടുക്കുന്നു. 50%. അറ്റ് കംപ്ലീഷൻ ഇവിടെ 10 ആയത് 5 കൊടുക്കുന്നു. 100% ആയി. ലേബർ യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബഡ്ജറ്റഡ് 5 ആണെങ്കിൽ അതിൽ എത്ര ആക്ച്വലായി എത്ര റിമൈനിങ് ഉണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യൂണിറ്റ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് കിട്ടും. ഇവിടെ ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് യൂണിറ്റ്സ് ആയതുകൊണ്ട് ആക്ടിവിറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് നമുക്ക് ഡയറക്റ്റ് യൂണിറ്റ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിരിക്കും. ഇവിടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജ് 0 ആയിട്ടാണ് കാണിക്കുന്നത്. ഫിസിക്കൽ പെർസെൻറ്റേജ് 50% ആണ്. ഷെഡ്യൂൾ പെർസെൻറ്റേജ് 40 ആണ്. യൂണിറ്റ്സ് പെർസെൻറ്റേജ് 71.5. ഇവിടെ ഡ്യൂറേഷൻ പെർസെൻറ്റേജിന് പ്രസക്തിയില്ല. കാരണം ഇത് റിസോഴ്സ് ഡിപ്പെൻഡന്റ് ആണ്. പെർസെൻറ്റേജ് കംപ്ലീഷൻ ടൈപ്പ് യൂണിറ്റ്സ് ആണ്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റീസിനെ നമുക്ക് ടാസ്ക് ഡിപ്പെൻഡന്റ് റിസോഴ്സ് ഡിപ്പെൻഡന്റും ആയിട്ടുള്ള റിയലിസ്റ്റിക് ഒരു പ്രൊജക്റ്റിലിട്ട് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ഇതിൽ എങ്ങനെയാണ് ഈ 71.43 നമുക്ക് യൂണിറ്റ്സ് യൂസ് ചെയ്യണോ അതോ നമുക്ക് പെർസെൻറ്റേജ് കംപ്ലീഷൻ ടൈപ്പ് ഡ്യൂറേഷൻ യൂസ് ചെയ്യണോ ഫിസിക്കലി യൂസ് ചെയ്യണോ എന്നുള്ളത്
നമ്മൾ എങ്ങനെയാണ് പ്രോജക്റ്റിൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ബാലൻസ് ക്ലാസ്സുകൾ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് അപ്പം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.